ഇവിടെ ഞായറാഴ്ച ദിവസം ഒഴിച്ച് സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ പച്ചക്കറി വണ്ടി. പച്ചക്കറി മാത്രമല്ല, സീസണായിട്ട് വരുമ്പോൾ മാമ്പഴവും മാങ്ങയും അതുപോലെ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും വെളിച്ചെണ്ണയും തൈരും എന്തിനാ ഉണക്കമീനും പപ്പടവും വരെ ചിലപ്പോൾ വണ്ടിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇത്ര സാധനങ്ങളാണ് മേടിച്ചത്. പാത്രം കൊണ്ടുപോകാൻ ചേട്ടൻ്റെ പാത്രമാണ് തന്നത്. അപ്പോൾ അതിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഇട്ടിട്ട് പാത്രം തിരിച്ചു കൊടുത്തു. ഏത്തക്കയും സവോളയും വെളുത്തുള്ളിയും തക്കാളിയും പിന്നെ മുരിങ്ങക്കായും കോളിഫ്ലവറും തണ്ണിമത്തനും മുന്തിരി അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിച്ചു. നമ്മളാണെങ്കിൽ നേരത്തെ കടയിൽ പോയി ഒരു പച്ച തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മഞ്ഞയാണ്. അപ്പം ഇപ്പം മേടിച്ചത് മഞ്ഞ, അതിൻ്റെ ഉള്ളിൽ ചുവപ്പാണ്. ഇത് രണ്ടും നമുക്കിന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. പണ്ടൊക്കെ നമുക്കൊരു കോരിമിഠായി ഉണ്ടായിരുന്നില്ല, ഒരേ കളർ മാത്രമുള്ള ഒരു പ്ലേറ്റിൻ്റെ പോലത്തെ ഷേപ്പിൽ. അപ്പം നമ്മൾ ആദ്യം മഞ്ഞ തന്നു നോക്കുകയാണ്. മഞ്ഞയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്, പിന്നെ പൊതുവെ കുരുവും കുറവാണ്. ഇനി നമുക്ക് ചുമന്നത് തിന്നു നോക്കാം. ഇതിനും അത്യാവശ്യം നല്ല മധുരമുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലായിട്ടുള്ള മധുരമുള്ളത് ഈ മഞ്ഞയ്ക്കാണ്. അതുകൊണ്ട് ഈ മഞ്ഞ ഞാൻ കുറേ കഴിച്ചു. ചില സമയത്തൊക്കെ മഞ്ഞ മേടിക്കുമ്പോൾ മധുരം ഇല്ലാന്ന് മാത്രമല്ല, ഒരു മൊത്തം വെള്ളത്തിൻ്റെ ഒരു ചൊക്കയായിരിക്കും. പക്ഷേ ഇതിനങ്ങനെയായിരുന്നില്ല. ചുമപ്പിന് മധുരം ഇല്ലാന്നല്ല, എന്നാലും മഞ്ഞേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചധികം മധുരം കൂടുതൽ മഞ്ഞയ്ക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ തണ്ണിമത്തനൊക്കെ തിന്നതിന് ചുമ്മാ ഇതൊന്ന് മുഖത്ത് തേച്ച് നോക്കി. രണ്ട് പപ്പായൊക്കെ തേക്കും പോലെ. പിന്നെ ഇത് നേരെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കോഴിക്കുട്ടികൾക്കാണ്. അപ്പം നമ്മൾ കഴിക്കാനുള്ളത് അരിഞ്ഞൊരു പാത്രത്തിലും വെച്ചു, കോഴിക്കുട്ടികൾക്കുള്ളതും അരിഞ്ഞു വെച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.